നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 278 278. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 23 35 ശ്ലോകം. ഭർത്തു പുരസ്താദാത്മാനം സ്ത്രീ സഹസ്രവൃതം തഥാ നിശാമ്യതദ്യോഗഗതിം സംശയം പ്രത്യപദ്യത. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഭർത്താവിൻ്റെ മുമ്പിൽ 1000 സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്വദേഹത്തെ കണ്ടിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗബലപ്രാപ്തിയും അറിഞ്ഞിട്ട് സംശയമുണ്ടായി. ദേവഹൂതിക്ക് പോയി കുളിച്ച രൂപത്തിലല്ല കുളിച്ച് കയറിയത്. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. 1000 സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്വശരീരം ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗമായ വിലാസത്തെക്കുറിച്ചുള്ള പരമാത്ഭുതം നിമിത്തം തന്നാൽ കാണപ്പെടുന്ന ഈ സംഗതികളെല്ലാം ജാഗ്രത്തിൽ കാണപ്പെടുന്നത് തന്നെയോ അതോ സ്വപ്നമാണോ അതോ ഇതെല്ലാം സ്വപ്നമോ എന്നുള്ള സംശയം ജനിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 36, 37 ശ്ലോകം ഒന്നായിട്ട് പോകും. അതെങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ, സതാം കൃതമലസ്നാനാം വിഭ്രാജന്തീം അപൂർവവത് ആത്മനോ ബിഭ്രതീം രൂപം സംവീതരുചിരസ്തനീം വിദ്യാധരീ സഹസ്രേണ സേവ്യമാനം സുവാസസം ജാതഭാവോ വിമാനം തദാരോഹയതമിത്രഹൻ. ഇങ്ങനെ രണ്ടുപേരുടെ രണ്ട് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഇന്ദ്രിയാദികളായ ശത്രുക്കളെ സംഹരിച്ച അഗ്രഗണ്യാം ഇന്ദ്രിയാദികളായ ശത്രുക്കൾ. ഇതാണ് ഭഗവാൻ ഭാഗവതത്തിലും പറഞ്ഞത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, അർജുന നീ നിൻ്റെ ഷഡ്വൈരികളെ ജയിക്കേ എന്ന് പറഞ്ഞാൽ കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ ജയിച്ചാൽ മതി എന്നാണ്. ബാക്കിയൊക്കെ കാലം ശ്രദ്ധിച്ചോളും. അപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വിശേഷമായി ശോഭിക്കുന്നവളും വസ്ത്രത്താൽ മറയ്ക്കപ്പെട്ട മനോഹര സ്തനങ്ങളോടുകൂടിയവളും ചളി കളഞ്ഞു കുളിച്ചിരിക്കുന്നവളും അവളുടെ പൂർവ്വ സൗന്ദര്യത്തെ വഹിച്ചിരുന്നവളും, അതായത് രാജകുമാരി ആയിരിക്കുന്ന രീതിയിലത്തെ യൗവനായിപ്പോൾ 1000 വിദ്യാധരികളാൽ ഉപചരിക്കപ്പെടുന്നവളും ശോഭന വസ്ത്രങ്ങളെ ധരിച്ചവളുമായ അവളെ നോക്കിയിട്ട് മന്മഥ വികാരങ്ങളോടുകൂടിയവനായിട്ട് കർദമൻ ആ വിമാനത്തെ ആരോഹണം ചെയ്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ശരീരത്തിലുണ്ടായിരുന്ന മാലിന്യം നിശേഷം നീങ്ങുവാൻ തക്ക വിധം സ്നാനം കഴിച്ചിരിക്കുന്നവളും തപസ് ചെയ്യുന്ന സമയത്ത് സ്വസന്നിധാനത്തിൽ കാണപ്പെട്ടവളല്ലെന്ന് തോന്നുമാറ് ഇത് വിവാഹാവസരത്തിൽ കാണപ്പെട്ട ആ യഥാർത്ഥ ശരീരകാന്തിയെയും മഹിമയെയും പ്രാപിച്ചവളും സഹസ്രം വിദ്യാധരികളാൽ സമീപത്തു നിന്ന് സേവിക്കപ്പെടുന്നവളും അതിശോഭയുള്ള മേൽവസ്ത്രത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന മനോഹരങ്ങളായ കുജങ്ങളോടുകൂടിയവളുമായ ആ സ്ത്രീരത്നം സമീപത്ത് നിൽക്കുന്നത് കണ്ട ഉടനെ അന്തർഭാഗത്തിൽ നന്നായി പ്രസരിച്ച കാമവൃത്തിയോടുകൂടിയ ആ മഹാൻ ദിവ്യമൂർത്തിയായ സ്വപത്നി ആരാന്നാ പറഞ്ഞത്? ദിവ്യമൂർത്തി, ആൾവേസ് ഡിവൈൻ
സ്വപത്നിയെ വിമാനത്തിൽ കയറ്റിയിരുത്തി. ഹേ ജിതേന്ദ്രനായ വിരുതൻ എന്നാ ഞാൻ എൻ്റെ വായിൽ വന്നതേ. സത്യത്തിൽ വിതുരൻ ആരാ? വിരതൻ തന്നെയാണ് അല്ലേ? കാരണം എല്ലാ കഴിവുള്ള ആളാണ്. പക്ഷേ മസിൽ പവറും മണി പവറിനോടും തോൽക്കില്ല കൊണ്ടാണ് ഭൂദ്ദേഹം. അപ്പോൾ സ്വപത്നിയെ വിമാനത്തിൽ കയറ്റിയിരുത്തി. ഹേ ജിതേന്ദ്രനായ വിതുര, ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ജയിച്ചവരുടെ ഈ മാതിരി സിദ്ധികളെക്കുറിച്ച് അങ്ങയ്ക്ക് ആശ്ചര്യമുണ്ടാവാൻ അവകാശമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ? അദ്ദേഹം ഇതേമാതിരി ജിതേന്ദ്രിയനായിരുന്നു. ഇനി 38ാമത്തെ ശ്ലോകം. 38, 39 4 വരി ശ്ലോകങ്ങളാണ്. അതെ, ആ 2 ശ്ലോകങ്ങൾ എങ്ങനെയാ? അതെ, വേറെയാണ് കേട്ടോ. തസ്മിൻ നലുപ്ത മഹിമാ പ്രിയയാനുരക്തോ വിദ്യാധരീ ഭീരുപചീർണവ പൂർവിമാനെ ബിഭ്രാജ ഉത്കച കുമുദ്ഗണവാനപീച്യ സ്ഥാരാഭിരാവൃത ഇവോടുപതിർണഭസ്ഥാം. അതിന് വാക്കർത്ഥം പറയാം. ലോപിക്കാത്ത അല്ലെങ്കിൽ കുറവില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനും ഭാര്യയോടുകൂടി അനുരാഗത്തെ പ്രാപിച്ചവനും വിദ്യാധരികളാൽ ശുശ്രൂഷിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനും സുന്ദരനുമായ അദ്ദേഹം ആ വിമാനത്തിൽ വിരിഞ്ഞ ആമ്പൽ പൂക്കളോടുകൂടിയും നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ടുമിരിക്കുന്ന ആകാശത്തിലെ ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു ആണ്. വലിയ അലങ്കാരമായിട്ടാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ വാക്കർത്ഥം. മഹാമഹിമയുള്ളവനും പത്നിയിൽ പരമ അനുരാഗത്തോടു കൂടിയവനും വിദ്യാധരികളാൽ 4 ഭാഗത്തു നിന്ന് സേവിക്കപ്പെടുന്നവനുമായ ആ മുനിവര്യൻ ആ വിമാനത്തിൽ വികസിച്ചു നിൽക്കുന്ന ആമ്പൽ പൂക്കളുടെ സമൂഹത്തോടു കൂടിയതും നക്ഷത്രങ്ങളാൽ പുറപ്പെട്ടതുമായ ആകാശത്തിലെ മനോഹര ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു. ചന്ദ്രസാദൃശ്യം മുനിക്കും ആകാശ സാമ്യം വിമാനത്തിനും നക്ഷത്ര സാമ്യം സ്ത്രീകൾക്കും വികസിച്ച കുമുദങ്ങളോടുള്ള സാമ്യം സ്ത്രീകളുടെ നേത്രങ്ങൾക്കും ഉണ്ടെന്ന് ധരിക്കണം. 39 തേനാഷ്ടലോകപവിഹാരകുലാചലേന്ദ്ര ദ്രോണീശ്വനംഗസഹമാരുത സൗഭഗാസു സിദ്ധേർനുദോദ്യൂധുനിപാദശിവസ്വനാസു രേമേ ചിരം വല്ലലനാവരൂധി. ആ വിമാനത്തോടുകൂടെ മന്മഥൻ്റെ ഇഷ്ടനായ വായു നിമിത്തം സൗന്ദര്യത്തോടു കൂടിയും ദ്വിതിനിപാത ശിവ അതായത് ഗംഗാനദിയുടെ പതനം നിമിത്തം മംഗളകരമായ ശബ്ദത്തോടു കൂടിയും 8 ദിക്പാലകന്മാരുടെ ക്രീഡാസ്ഥാനമായ മഹാമേരുവിൻ്റെ ഗുഹകളിൽ സിദ്ധന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് അനേക സ്ത്രീരത്നങ്ങളോടുകൂടിയവനായിട്ട് കുബേരൻ എന്ന പോലെ വളരെ കാലം ക്രീഡിച്ചു. ഇതുവരെയുള്ള പോരായ്മയൊക്കെ തീർത്തു കൊടുത്തു എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. ആ മുനിശ്രേഷ്ഠൻ തൻ്റെ ആ വിമാനത്തിൽ കൂടെ സഞ്ചരിച്ച മന്മഥക്രീഡയിൽ ആസക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന ശൈത്യ സൗരഭ്യമാന്യ ത്രിധിവിധ ഗുണയുക്തനായ കാറ്റ് വീശുന്നത് കൊണ്ട് കാവ്യഭാഷയാണ് കേട്ടോ, ശ്രദ്ധിക്കണം. മനസ്സന്തോഷത്തെ ജനിപ്പിക്കുന്നതിന് മതിയായവയും ഗംഗാനദീ പ്രവാഹത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം അവിടെയുള്ളതിനാൽ സകല പാപകരമായ ശബ്ദത്തോടുകൂടിയവയും അഷ്ടലോകപാലന്മാർ ക്രീഡിക്കുന്ന സ്ഥാനങ്ങളുമായ മഹാമേരുവിൻ്റെ ഗുഹകളിൽ പ്രവേശിച്ച് സ്ത്രീ സഹസ്രാവൃതനായിട്ടും സിദ്ധന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ടും കുബേരനെ പോലെ ക്ഷയിക്കാത്ത ഐശ്വര്യത്തോടുകൂടെ ബഹുകാലം രമിച്ചു എന്ന് പറഞ്ഞു. ഇനി 40 മുതൽ അങ്ങോട്ട് ഈ 2 വരി ശ്ലോക നോക്കുക. വൈശ്രംഭകേ സുരസനേ നന്ദനേ പുഷ്പഭദ്രകേ മാനസേ ചൈത്രരഥ്യേ ചസരേ മേ രമായാരതാം. പ്രീതിയുള്ളവനായിട്ട്
വൈശ്രംഭകത്തിലും സുരസനത്തിലും ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലും പുഷ്പഭദ്രകത്തിലും മാനസം എന്നു പേരായ ഇന്ദ്രതടാകത്തിലും ചൈത്രരഥ്യത്തിലും രമിപ്പിക്കുന്ന ഭാര്യയോടുകൂടെ അദ്ദേഹം ക്രീഡിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. സ്വപത്നി സഹിതനും, തൻ്റെ ഭാര്യയോട് കൂടി സ്വപത്നി സഹിതനും അതിപ്രീതിയുക്തനുമായിട്ട് മഹാനായ ആ കർദമമുനി വൈശ്രംഭകം, സുരസനം, നന്ദകം, പുഷ്പഭദ്രകം, ചൈത്രരഥം എന്നു പേരുള്ള ദേവന്മാരുടെ ഉദ്യാനങ്ങളിലും മാനസം എന്ന് പറയപ്പെടുന്ന ദേവതടാകത്തിലും രമിച്ചു എന്ന് പറഞ്ഞു. 41. ബ്രാജിഷ്ണുനാ വിമാനേന കാമകേന മഹീയസാം വൈമാനികാനത്യശേദ പരം ലോകാൻ യഥാനിലാം. ഏറ്റവും പ്രകാശിക്കുന്നതും ഇഷ്ടാനുസരണം സഞ്ചരിക്കുന്നതും മാഹാത്മ്യമേറിയതുമായ വിമാനത്തിലൂടെ വായുവെന്ന പോലെ ലോകങ്ങളിൽ സഞ്ചരിക്കുന്നവനായിട്ട് വിമാനവാസികളെ അതിശയിപ്പിച്ചു. അങ്ങനെയുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. അതിപ്രഭയോടുകൂടിയതും ആഗ്രഹം അറിഞ്ഞതും സഞ്ചരിക്കുന്ന മഹിമയുള്ളതുമായ ആ വിമാനത്തിൽ കൂടെ വായുവെന്ന പോലെ തടസ്സം കൂടാതെ ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന കർദമ പ്രജാപതി വിമാനസഞ്ചാരികളായ ദേവന്മാരെയും അതിശയിച്ചു. കാരണം അതിൽ ദേവന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണെന്നാ പറയാം, പിന്നെ സങ്കല്പശക്തി കൊണ്ടാണല്ലോ അതൊക്കെ നടക്കണത്. ഇനി 42-ാമത്തെ ശ്ലോകം. കിം ദുരാപാദനം തേഷാം പുംസാം ഉദ്ദാമചേതസാം യൈരാശ്രിതസ്ഥീർത്ഥപദശ്ചരണോ വ്യസനാത്യയാം. പാദങ്ങളിൽ നിന്ന് തീർത്ഥങ്ങൾ പുറപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ ദുഃഖങ്ങളെ കടത്തിവിടുന്നതായ പാദം യാതൊരുത്തരാൽ ആശ്രയിക്കപ്പെട്ടുവോ? സത്യമായ സങ്കല്പത്തോടു കൂടിയ, അതാണ് ഏറ്റവും പ്രധാനം. സത്യമായ സങ്കല്പമൊക്കെ നടക്കും. ആ ജനങ്ങൾക്ക് സമ്പാദിപ്പാൻ കഴിയാത്തത് എന്തിരിക്കുന്നു? എല്ലാം സാധിക്കുന്ന അർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം. സകല ദുഃഖങ്ങളുടെയും ആത്യന്തിക നാശത്തെ വരുത്തുന്നതും സർവാഭീഷ്ടങ്ങളെ നൽകുന്നതുമായ ഭഗവത് പാദത്തെ സർവാത്മന സമാശ്രയിപ്പാൻ മാത്രം ഉത്കൃഷ്ടമായ മനോഭാവമുള്ള മഹാത്മാക്കളായ പുരുഷന്മാർക്ക് സിദ്ധിക്കാത്തതായ പദവി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവത് ഭക്തനായ കർദമമുനിക്ക് സാധിച്ചതായ പദവിയിൽ ആശ്ചര്യം തോന്നാനൊന്നും ഇല്ല. സാധാരണക്കാരന് ആശ്ചര്യമാണ്. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ വെന്നിക്കൊടി പാർത്തിയവന് സങ്കല്പശക്തി കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അടുത്ത ശ്ലോകം 43. പ്രേക്ഷയിത്വാ ഭുവോ ഗോളം പത്നീയാവാൻ സ്വസംസ്ഥയാ ബാഹ്വാശ്ചര്യം മഹായോഗി സ്വാശ്രമായ ന്യവർത്തതാം. പ്രാകൃതമായ രചന കൊണ്ട് എത്രത്തോളം നീളവും വീതിയുമുള്ളതോ അത്രയും ഭാഗത്തെ അനേകം ആശ്ചര്യസ്ഥാനമായ ഭൂഗോളത്തെ ഭാര്യയ്ക്ക് കാട്ടിക്കൊടുത്തിട്ട് മഹാനായ ആ യോഗി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു. ഇനി 44. വിഭജ്യ നവധാ ആത്മാനം മാനവീം സ്വരതോത്സുകാം രാമാം നിരമയൻ രേമേ വർഷഭൂഗാൻ മുഹൂർത്തവത്. അവിടുത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സാരില്ല. മുഹൂർത്തവത് എന്നാണ്. സ്വന്തം സ്വരൂപത്തെ 9 വിഭജിച്ചിട്ട് 9 തീർത്തിട്ട് സുരതക്രീഡയിൽ ഉത്സാഹത്തോടു കൂടിയവളും രമിപ്പിക്കുന്നവളുമായ മനുപുത്രിയെ ഏറ്റവും ആനന്ദിപ്പിക്കുന്നവനായിട്ട് അനേകം സംവത്സരങ്ങളെ അല്പകാലമെന്ന പോലെ രമിപ്പിച്ചു. അത് പോരാ, കുറച്ചുകൂടി പറയുന്നുണ്ട്.
സുരതക്രീഡയിൽ അത്യുത്സുകയും രമിക്കുകയും ചെയ്യുന്നതിന് സമർത്ഥയും മനുപുത്രിയുമായ ദേവഹൂതിയെ സന്തോഷിപ്പിക്കുന്നതിന് യോഗശക്തിയാൽ, അത് ഡിവൈനാണ് കേട്ടോ, ആത്മസ്വരൂപത്തെ 9 തീർത്തിട്ട് അനേക വർഷകാലം വിശേഷമായി രമിപ്പിച്ചും കൊണ്ട് ഒരു മുഹൂർത്തകാലം എന്ന പോലെ കഴിച്ചു. ഭോഗത്തിൽ മനസ്സിരുത്തിയത് കൊണ്ട് ബഹുകാലം കഴിഞ്ഞതറിഞ്ഞില്ലെന്ന് സാരം. അത് സാധാരണക്കാരുടെ കാര്യമാണ്. പോട്ടെ. 45. തസ്മിൻ വിമാന ഉത്കൃഷ്ടാം ശയ്യാം രതികരീം ശ്രിത ന ച അബുദ്ധ്യത തം കാലം പത്യാപി ചേന സംഗത. ആ വിമാനത്തിൽ ശ്രേഷ്ഠമായും രത്യുത്സാഹത്തെ വർദ്ധിപ്പിക്കുന്നതുമായ ശയനത്തെ ആശ്രയിച്ചവളും സുന്ദരനായ ഭർത്താവിനോട് ചേർന്നിരിക്കുന്നവളുമായ മനുപുത്രിയും ആ കാലത്തെ അറിഞ്ഞില്ല. അതായത് എത്ര കാലം സൂചിച്ചത് പോയതെന്ന് അറിഞ്ഞില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? എന്താ ഭാവാർത്ഥം? ആ വിമാനത്തിൽ രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ തക്ക ഗുണവിശേഷത്തോടു കൂടിയ ഉത്കൃഷ്ടശയ്യയിൽ അതിസുന്ദരനായ പതിയോടുകൂടെ വിവിധ ക്രീഡകളെ ആചരിച്ചു കൊണ്ടിരുന്ന ദേവഹൂതിയും കഴിഞ്ഞുപോയ ആ ബഹുസംവത്സരങ്ങളെ അനുസന്ധാനം ചെയ്തില്ല. വളരെ കാലം കഴിഞ്ഞുപോയതായ ബോധം ഉണ്ടായില്ല എന്ന് സാർ. ഞാനവിടെ നിർത്തുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.